എന്താ മോനുസേ ജാടിയാണോ? മമ്മി പറയാ എന്നെ കണ്ടിട്ട് ഓറഞ്ച് പോലെ ഉണ്ട്. പെട്ടി ഇങ്ങനെ ഒപ്പോണ്ട ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. ഹലോ ഗായ്സ്, അങ്ങനെ ഒരുപാട് നാളെന്ന് പറയാൻ പറ്റില്ല, ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ, വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങൾ. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഭയങ്കര എന്ത് കണ്ടന്റ് ചെയ്യുന്ന അറിയാണ്ട് ഇങ്ങനെ നടന്നപ്പോ ശരിക്കും കേട്ടോ എന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ ഫോൺ എടുക്കാൻ നേരത്താണ് ഈ സംഭവം ഞാൻ ഇരിക്കണേ. അപ്പൊ ഇതിന്റെ നല്ലൊരു തുടക്കം വേറെ ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കണേ. അപ്പൊ എന്താന്ന് കാണിക്കാം അല്ലേ. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ അമ്മാമ്മയുടെ സ്ത്രീധനപ്പെട്ടി. ഈ സ്ത്രീധനപ്പെട്ടി ആരുടെ കയ്യില? എന്റെ കയ്യില്. അപ്പൊ ഇതിന്റെ ഉള്ളില് അമ്മാമ്മയുടെ എന്ന് പറയുമ്പോ നമ്മുടെ ഈ ഡാഡിയുടെ അപ്പന്റെ അമ്മയുടെ, അതായത് എന്റെ മുത്തിയമ്മാമ്മയുടെ പെട്ടിയാണ് കേട്ടോ. മുത്തിയമ്മാമ്മ മരിച്ചത് 107 വയസ്സിലാണ്. അമ്മമ്മ ഭയങ്കര സുന്ദരിയായിരുന്നു, നല്ല നല്ല അമ്മാമയായിരുന്നു, നല്ല ചക്കര അമ്മാമയായിരുന്നു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ, അമ്മാമ്മയുടെയും അപ്പാപ്പന്റെയും പിന്നെ എന്റെ കുറച്ച് അൽപ്പത്തെ സാധനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താന്ന് നമുക്ക് കാണാം. അമ്മാമ്മ അന്ന് വെച്ച സാധനങ്ങളും അമ്മാമ്മ വെച്ച സാധനങ്ങളും പിന്നെ ഞാൻ വെച്ച സാധനങ്ങളും. അപ്പൊ ഇന്നത്തെ അമ്മാമ്മ എന്നെ കൊണ്ട് എഴുതിപ്പിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് ക്ലിയർ അല്ല. ഇതിനകത്ത് ചോക്ക് വെച്ച് എഴുതിയേക്ക എന്താ തുപ്പറമ്പൻ വർക്കി അനുവാദം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അനുവാദം കൂടാതെ യെസ്. അപ്പൊ നമുക്ക് ഈ കുഞ്ഞറയിൽ എന്താ നോക്കാം. ഫസ്റ്റ് തന്നെ ഈ പെട്ടിയുടെ താക്കോല്. ഈ നൂലിന്റെ അവസ്ഥ കണ്ട. ഈ നൂല് അമ്മാമ്മ ഇവിടെ എളിയില് കെട്ടിവെക്കാനുള്ള അന്ന് കെട്ടിയാണ് വെച്ചാണ് നൂലത്. തുരുമ്പ് പോലെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ ഇപ്പഴും വർക്കാവോ ഇങ്ങനെ തുറക്കാൻ പറ്റുന്നുണ്ടോ? അവസാനം വർക്കൗണ്ട് തുറക്കാൻ പറ്റില്ലേ? ഇതാണ് അമ്മാമ്മയുടെ ലാസ്റ്റ് മരിക്കുന്ന സമയത്ത്. അമ്മാമ്മയുടെ കാശൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ, വലിയ പൈസ അല്ല, എന്നാലും കുറച്ചൊക്കെ പൈസ ഉണ്ടാവാറുണ്ട്. അപ്പൊ ലാസ്റ്റ് അമ്മാമ്മ മരിക്കുന്ന സമയത്ത് പെട്ടിയിൽ ഉണ്ടായിരുന്ന പൈസ അതേപോലെ തന്നെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിങ്ങനെ പൊതിഞ്ഞൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു, ഇങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടായുള്ളൂ. പൊതിഞ്ഞ ഞാനാ 160 രൂപയുണ്ട്. അന്ന് 160 രൂപ അമ്മമ്മയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അമ്മമ്മ ആരാ? അപ്പൊ ഈ പൈസ ആർക്കാ അമ്മാമ്മക്ക് കൊടുക്ക? ആരാ അമ്മാമ്മക്ക് കൊടുക്ക? പിന്നെ ഉള്ളത് ഇതൊക്കെ കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു ലോക്കറ്റ് ഉണ്ട്, അത് ഞാൻ എവിടെയെങ്കിലും വെച്ചതാവാം. ഇതാണ് അമ്മാമ്മ കേട്ടോ, ഫേമസ് സുന്ദരി അമ്മമ്മ ത്രൈസുക്കട്ടെ. ഇതാണ് അമ്മമ്മ. എന്റെ പോലെ ഉണ്ടാ? പക്ഷെ അന്ന് ഞാൻ ഒരുപോലെ എന്നുള്ള പറയണേ, അത് സംഭവിക്കില്ല കേട്ടാ. അത് അമ്മാമ്മ. പിന്നെ അമ്മാമ്മയുടെ മാത്രം സാധനങ്ങളല്ല കേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഞാനായിട്ട് വെച്ചേക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. ഈ കവറിന്റെ ഉള്ളിൽ എന്താ നോക്കാം. ഇത് അമ്മാമ്മ നേരത്തെ കണ്ട ഫോട്ടോ തന്നെ. ഇത് അപ്പാപ്പൻ, അതായത് ഈ അമ്മാമ്മയുടെ മോൻ, അതായത് ഡാഡിയുടെ അപ്പൻ. ഇത് അജീത് ചേട്ടന്റെ അമ്മാമ്മയാണ്. നമ്മുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അമ്മാമ്മ മരിച്ചത്. അപ്പൊ അതും ഞാൻ ഇവരുടെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കാലി കേട്ടോ. അപ്പൊ ഞാൻ ക്ലോസ് ചെയ്തു. ഇനി ഇത് എന്റേതായ സാധനങ്ങളാണ്. ഇത് 10th ഓട്ടോഗ്രാഫ്, ഇത് +2 ഓട്ടോഗ്രാഫ്, ഇത് ഡിഗ്രിയിലെ ഓട്ടോഗ്രാഫ്. അത് കഴിഞ്ഞ് പിന്നെ പഠിത്തം നിർത്തിയ ഓട്ടോഗ്രാഫ് ഒന്നും ഇല്ല. ഇതിന്റെ അകത്ത് വേറൊരു കോമഡി ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. എന്റെ അനിയത്തി പുത്രി ആ സമയത്ത് അവള് ചെറുതാണല്ലോ. അപ്പൊ എന്റെ ഓട്ടോഗ്രാഫിൽ ഡിയർ ഇവ, ഹായ് ഇവ എന്നൊക്കെ എഴുതുന്നെങ്കിൽ അവൾ ഇവ എന്നുള്ളത് വെട്ടി അന്നാന്നാക്കും. എന്താണ് അതിൽ അവൾക്കൊരു സന്തോഷം കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞോടാ. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ഓട്ടോഗ്രാഫാണ് ഇത്. കോമഡിയാണ് സാധനങ്ങള്. ഇപ്പൊ ഇവരൊക്കെ എവിടെയാന്ന് പോലും എനിക്ക് അറിഞ്ഞോളാ. ഇല്ലേട്ടാ അറിയാത്ത അവരൊക്കെ എവിടെ എനിക്കറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സും ആരെങ്കിലൊക്കെ ആയിട്ട് തന്ന ക്രിസ്മസ് കാർഡ്സ്. പിന്നെ ഇതെന്തുണ്ടായിരുന്നു, ഞാൻ സിസ്റ്റർ ആവാൻ പോണം എന്നൊക്കെ പറഞ്ഞു. ഇത് എന്തെങ്കിലും വേണമെന്ന് എനിക്കറിയില്ല. ഏതൊരു കാലി ഡയറി ഇരിപ്പുണ്ട്. പിന്നെ ഇതെന്താ, ഇത് നമ്മുടെ അമ്മാമ്മയുടെ, അതായത് മമ്മിയുടെ അമ്മയുടെ ഒരു പ്രാർത്ഥന ബുക്കാണ് കേട്ടോ. ഇത് അമ്മാമ്മയുടെ ഓർമ്മ എന്ന് പറയുന്നത്, അതായത് മമ്മിയുടെ അമ്മയുടെ ഓർമ്മ എന്ന് പറയുന്നത് എന്റെ വയസ്സുണ്ട് അമ്മാമ്മ മരിച്ചിട്ട്. ഞാൻ ആ ഒരു കാര്യത്തിൽ മമ്മീനോട് ഭയങ്കര ഒരു ഇതാണ്. കാരണം മമ്മി ഒരു 7 മാസം എന്നെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അമ്മാവൻ മരിച്ചേ. ഇല്ല 48 ദിവസം കഴിഞ്ഞ് മരിച്ചു മുമ്പ്. അതായത് ഞാൻ ജനിക്കണേക്കാളും. അപ്പൊ മമ്മി അതെങ്ങനെ സഹിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല.
അത് ഭയങ്കര ഒരു എന്താണ്. അപ്പൊ അമ്മാമ്മയുടെ ഓർമ്മ എന്ന് പറയുമ്പോ എനിക്ക് ഇത് മാത്രമുള്ള ഭയങ്കര, ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്. അമ്മാമ്മയുടെ ഫോട്ടോ കാണുമ്പോഴും നല്ലൊരു കണക്ഷൻ ഉണ്ട്. ഇതാണ് അമ്മാമ്മ ചെറിയ പ്രായത്തിൽ മരിച്ചു. എത്ര വയസ്സിൽ മരിച്ചു? 92. 51 വയസ്സ്. 51 വയസ്സിൽ മരിച്ചു. അപ്പൊ ഇത് മാത്രമുള്ള എന്തെങ്കിലുള്ള ഓർമ്മ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മഞ്ഞ് കരയും അപ്പുറത്ത്. ഇത് എന്റെ കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ ആണ് ഗൈസ്. ഇച്ചിരി കളർഫുൾ ആയോന്ന് അറിയില്ല, എന്തായാലും ജീവിതം കളർഫുൾ ആയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് തട്ടിമുട്ടി പോകുന്നു. കോമഡി നോക്ക്, ഇത് ഗോൾഡൻ കളറില്, സിൽവർ. എന്താ ഉദ്ദേശിച്ചേ? നീ തന്നെ പോയി സെലക്ട് ചെയ്തതാ. നന്നായിരുന്നു, കളർഫുൾ ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ ഒരു മാറ്റി മാറിയ ഒരു ദിവസമാണല്ലോ, അത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ അപ്പാപ്പന്റെ സാധനങ്ങളാണ് കേട്ടോ. അതായത് ഡാഡിയുടെ അപ്പനും മരിച്ചു പോയായിരുന്നു. അപ്പം ഇത് മറ്റൊരു സിനിമയില്ലേ ഉർവശിയുടെ, ഇത് ഞാൻ ആദ്യമായിട്ട് തേച്ച ബ്രഷ് അതുപോലെ ഉണ്ട്. ഇത് അപ്പാപ്പൻ അവസാനമായിട്ട് ഷേവ് ചെയ്ത റേസർ, 2 അവസാനം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ മോയ്സ്. അപ്പാപ്പൻ സെറ്റപ്പായിട്ട് നടക്കുള്ളൂട്ടാ, നല്ല സുന്ദരനാണ്, നല്ല അടിപൊളിയാണ്. ഇവരുടെ അല്ല, നമ്മുടെ കുടുംബം കുറച്ച് നല്ല അടിപൊളിയായിട്ട് നടക്കുന്ന ടീമുകളായതുകൊണ്ട് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. നെയിൽ കട്ടർ, പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന വലിയ കുത്താനൊക്കെ വെച്ചേക്കുന്ന നെയിൽ കട്ടർ, അങ്ങനത്തെ ഒക്കെ കുറച്ച് സാധനങ്ങൾ അതും ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അമ്മാമ്മയുടെ അല്ലെ, അമ്മാമ്മയുടെ ഷോള് തണുക്കുമ്പൊക്കെ എപ്പോഴും ഇങ്ങനെ എപ്പോഴും പൊതിക്കാറില്ല തോന്നണല്ലേ. എനിക്ക് തോന്നണ ഇത് അമ്മാമ്മക്ക് 100 വയസ്സ് കടന്നതിന് യൂണിറ്റിന് കൊടുത്ത പൊന്നാട അല്ലേ, അതാണിത്. പൊന്നാട യൂണിറ്റിന് കൊടുത്ത, നമ്മുടെ സെന്റ് പീറ്റർ യൂണിറ്റിന് കൊടുത്ത പൊന്നാടയാണ് ഗൈസ്. ഇത് അമ്മാമ്മ തോർത്ത് ചട്ടയും മുണ്ടാണ് ഇട്ടുകൊണ്ടിരുന്നായിരുന്നെ. തോർത്ത് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇടുമായിരുന്നു, അങ്ങനെ ഇടുമായിരുന്നു ആ തോർത്ത്. അത് പുതിയ തോർത്താണ്ടാ, ഞാൻ സൂക്ഷിച്ച് ഇപ്പൊ ഈ പരിപാടി പുതിയ തോർത്തായിരുന്നു. ബുദ്ധിമുട്ടാവുന്നൊന്നും അറിയില്ല. അമ്മാമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഏറ്റവും മോശമായ ഒരു ചട്ട. അതായത് നല്ലതുണ്ടായിരുന്നു, പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് അമ്മാമ്മ ഏറ്റവും ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം സൂക്ഷിച്ചു വെക്കണതിലല്ലേ ഒരു സന്തോഷം. തുടച്ച് കഴുകാണ്ട് വെച്ചേക്കുന്ന നിങ്ങൾക്കൊന്നും തോന്നരുത്. പിന്നെ ഇത് അമ്മാമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പഴയ കറ, എനിക്ക് തോന്നുന്നു ജാതിക്കായുടെ കറയൊക്കെയാ തോന്നണം അല്ലേ. ഇത് ജാതിക്കായുടെ കറയാണ്. മമ്മി ചിരിക്കണേ. മമ്മി എന്തിനാ ചിരിക്കണേ? നല്ലതുണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാൻ പറക്കിപ്പോ വലിയ ചോദിച്ചു എന്റെ മോളെ നല്ലതങ്ങനെ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്തോ എന്റെ മനസ്സിൽ ഇതിങ്ങനെ എടുക്കണം എന്നായിരുന്നു. ഇത് പഴയത് അമ്മ ഉപയോഗിച്ച് നാശമായിട്ട് എടുക്കണം. ഇത് പപ്പന്റെ അമ്മാമ്മയുടെ മുണ്ട് വീട്ടില് കൊടുക്കണമുണ്ട്. അമ്മാമ്മ നല്ല സുന്ദരിയായിട്ടാ നടക്കാം, വെള്ളം കിട്ട പുറത്ത് പറയും. ഇത് അപ്പാപ്പന്റെ ലാസ്റ്റ് സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഷർട്ടാ. ചാലക്കുടി അതൊക്കെ ഇപ്പോഴും ഉണ്ടോ കട? എപ്പോഴും ഫുൾ സ്ലീവ് അല്ല പാപ്പനേടാ. ദൈവം ഇത് അങ്ങനെ മടക്കിട്ടെ. പിന്നെ ഉള്ളത് ഇത് പാപ്പന്റെ ചരമദിനത്തിനാ. ചരമദിനം 39ാം ചരമദിനം. അതിന്റെ ഒരു മെമ്മറി കാർഡ്, എല്ലാം ഇൻവിറ്റേഷൻ പോലെ കൊടുക്കുന്ന സാധനം. ഇത് അമ്മാമ്മയുടെ എക്സ്റേ ആട്ടോ. ഇത് അമ്മാമ്മയ്ക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു അസുഖം ഉണ്ടായില്ല. ലാസ്റ്റ് ആയപ്പോ ഒന്ന് വീണു, ഒരു ഈ പറഞ്ഞ പോലെ ആ ഒരു തറവാട്ടിൽ എവിടെയോ വീണു. 107 വയസ്സുള്ളപ്പോ. 107 വയസ്സായപ്പോ ഫെബ്രുവരി മരുന്ന് സാധാരണ ഇപ്പോൾ ഷുഗറോ പ്രഷറോ ഒരു മരുന്നും അമ്മാമ്മ കഴിച്ചില്ല. ഡാഡി ഇവിടെ എടുത്തിട്ടൊക്കെ വരുമായിരുന്നു, ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് കൊണ്ടുപോകും. കുഞ്ഞമ്മാമായിരുന്നു, ഇങ്ങനെ നല്ല ക്യൂട്ടമാണ്. ഇപ്പൊ ഉണ്ടായിരുന്നു, ഇപ്പൊ അവരൊക്കെ ഉണ്ടായിരുന്നു. ഏജ് ഒക്കെ 107 വയസ്സ്. ഏജ് 107. ഹോസ്പിറ്റലിൽ പോയത് 22/2/2008 ഹോസ്പിറ്റലിൽ ആ കൊണ്ടുവന്നാലും മരിക്കുകയും ചെയ്യും.
ആ വീണത് കൊണ്ടോ അല്ലെങ്കിൽ അമ്മാമ ഇപ്പോഴും ഉണ്ടായിരുന്നു. അതങ്ങനെ ഒരു കാരണമായിട്ട് വന്നതാണ്. മരിക്കാറായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതില് എക്സ്റേ എക്സ്റേ ഉണ്ടാവും. ആ അവസാനം അത് വീണപ്പോ എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഫ്രാക്ചർ ഉണ്ടായാൽ ഉണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഞങ്ങളുടെ തോട്ടത്തിൽ ഇങ്ങനെ ഇടിച്ച അമ്മ. ആ നല്ല വിലയിരുന്നിട്ട് ഇടിക്ക് തളർത്തിയിട്ട് കഴിഞ്ഞിട്ട് നല്ല ഇടികൾ നിങ്ങൾക്ക് കിട്ടിണ്ടാ. വലിയ മമ്മി വലിയ മമ്മി കുളിപ്പിക്കാൻ കുളിപ്പിക്കുന്നത് ഇഷ്ടല്ല. കുളിക്കാത്ത സുന്ദരികളാണ് ഗായ്. അതാണ് അത്. ആ ഫോട്ടോ ചെറുപ്പം ഫോട്ടോ ആണോ അല്ലേ? ഒരുപാട് എനിക്ക് തോന്നുന്നു നീ കുഞ്ഞാർന്നപ്പോഴത്. ഇത് നമ്മുടെ ഫോട്ടോ. ഇത് മേക്കാമധുരൊക്കെ അതിനു മുമ്പ് മേക്കാമധുരം പഠിച്ചത് അന്ന. അന്നായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. പക്ഷെ അവര് തമ്മില് തല്ലുകൂടുന്ന ഒരു സ്നേഹിച്ച് കടിച്ച് ബഹളം വെക്കുന്ന ഒരു ബന്ധമായിരുന്നു അവര് തമ്മില്. അന്ന മേക്കാമധുരം വരുന്ന അവളാണ് എന്റെ മേക്കാമധുരം പഠിച്ചതെന്ന് എപ്പോഴും പറയും. ഡാഡി നന്നായിട്ട് കളിപ്പിക്കുമായിരുന്നു അമ്മാമ്മേനെ. ഞാൻ ഇത്തിരി സ്നേഹം കൊണ്ടോ കളിപ്പിക്കില്ലായിരുന്നു തോന്നുന്നല്ലേ. എനിക്ക് അങ്ങനെ ഉപദ്രവിച്ചിട്ടുള്ള സ്നേഹം എനിക്ക് ഓർമ്മയില്ല. അവളാണ് ഉപദ്രവിച്ചത് സീരിയസ് ആയിട്ടല്ല, അങ്ങനെ തല്ല് കൂടി പോസിറ്റീവ് അടിച്ചിട്ടുള്ള സ്നേഹം വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ. അല്ല അപ്പൊ ഈ പെട്ടി എന്തിനാ നീ പിടിച്ചേ? നിനക്ക് തന്നാ? ആ പെട്ടി എനിക്ക് അമ്മാമ തന്നതാണ്. എനിക്ക് മാത്രം. ഇവിടെ കുറെ പെമ്പിളേരൊക്കെ ഉണ്ട്. പക്ഷെ ആ നറുക്ക് വീണത് എനിക്കാണ് ഗൈസ്. പറഞ്ഞില്ലേ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, എഴുതിയൊക്കെ വെപ്പിച്ചായിരുന്നു. എനിക്ക് ഇതെന്റെ മോക്കെന്ന് പറഞ്ഞിട്ട് എനിക്ക് അമ്മ എന്റെ മോക്കുള്ള സ്ത്രീധന പെട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ നിറച്ച് പൈസ തരുമോന്നൊക്കെ ചോദിച്ചായിരുന്നു ഞാൻ അന്ന്. അപ്പൊ അങ്ങനെ അമ്മാമ്മ എനിക്ക് തന്ന ഇത് ഞാൻ എന്റേതായ ഒരു സ്പേസിലേക്ക് പോകുമ്പോ ഞാനിത് കൊണ്ടുപോകും. വിരോധമൊന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കണെന്തിനാ അമ്മാമ എനിക്ക് പോളിഷ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സതെന്തോ പോളിഷ് ചെയ്യണ്ടെന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മാമ തന്ന കോലത്തിൽ തന്നെ. പക്ഷെ ഇവർക്കൊന്നും ഭംഗി പിടിക്കണ്ടായിരുന്നു. ഓ ഇങ്ങനെ തന്നെ അമ്മാമ ഉപയോഗിച്ച പോലെ ഉപയോഗിച്ച പോലെ തന്നെ ഇരിക്കുന്നല്ലേ അതിന്റെ ഒരു രസം. പോളിഷ് ചെയ്ത് ഇത് എഴുതിയതൊക്കെ പോവില്ലേ. പിന്നെ അമ്മാമ്മയുടെ കൈ ഇതിന്റെ ഇടയിൽ പോയിട്ടിട്ട് ചോര വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടാവും. എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഇതാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്. ഇത് ശരിക്കും അത് അമ്മാവ തന്നെ എന്നെ കാണിച്ചെന്താലേച്ചേട്ടൻ എന്റെ അടുത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ മറന്നുകൂടി നീ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇടുന്ന നോക്കിയപ്പോ ഒന്നുമില്ല. ഇനി മമ്മി കേക്ക് ഉണ്ടാക്കണ വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ എന്തോ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് വന്നപ്പോ ഈ ഫോൺ താഴെ വീണു. അപ്പൊ ഞാൻ ആലേച്ചേട്ടൻ കണ്ടന്റ് കിട്ടി. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അമ്മാവ തന്നെ എന്നെ കാണിച്ചെന്താന്ന്. എങ്ങനെയാണ്? അപ്പൊ ഇതാണ് ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ വേഗം വരുന്നതായിരിക്കും. ക്രിസ്മസിന്റെയും അമ്മൂൻ ഡിബിനൊക്കെ വരുന്നതിന്റെയും പിന്നെ കൊടുങ്ങല്ലൂർ പോണേന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ നമ്മൾ വീണ്ടും എടുക്കുന്നതായിരിക്കും. അപ്പോ കഴിഞ്ഞ വീഡിയോക്ക് തന്ന അതേ സപ്പോർട്ട് ഈ വീഡിയോക്ക് എനിക്ക് തരണം. താങ്ക് യു ഗൈസ്. നന്ദി, നമസ്കാരം, സ്നേഹം.